ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കിപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് പ്രൊഹിബിഷൻ നോക്കാം. ഞാൻ ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാനിതിൽ പറയുന്നില്ല. നേരത്തെ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു റിവിഷൻ പോലെ ആവും ഇത്. ഓക്കെ, കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്നുകൂടി ഒന്ന് പോയി കാണുക. Domestic violence prohibition. Over the last 2 decades, domestic violence has emerged as one of the most serious problems faced by women in Kerala. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ, കേരളത്തിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് ഒരു സീരിയസ് പ്രോബ്ലം തന്നെയാണ്. They are experiencing physical and psychological violence not only from their in-laws but also often from their intimate partner. അപ്പോൾ ആരിൽ നിന്നുമാണ് ഗാർഹിക പീഡനം? ഇൻറ്റിമേറ്റ് പാർട്ട്ണറിൽ നിന്നുമാകാം, അതുപോലെ തന്നെ ഇൻലോസിൽ നിന്നുമാകാം. അവരെ എങ്ങനെയൊക്കെയാണ് തകർക്കുന്നത്? ഫിസിക്കൽ അബ്യൂസ് അല്ലേ, ഇക്കണോമിക് അബ്യൂസ്, സൈക്കോളജിക്കലായിട്ട് അവരെ അബ്യൂസ് ചെയ്യുന്നുണ്ട്, വേർബലി അവരെ അബ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് തരത്തിൽ അബ്യൂസ് നേരിടുന്നുണ്ട്. This scenario underlines the need for the effective implementation of Domestic Violence Act 2005, which came into force in October 2006. അപ്പോൾ ഇത് വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുക. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അല്ലെങ്കിൽ DV ആക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഏത് വർഷമാണ് പറയുന്നത്? 2005 എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 2005 അല്ലേ എന്ന് ചോദിച്ചാൽ 2005 എന്നൊരു വർഷം നമ്മൾ പഠിക്കണം. പ്രസിഡന്റ് ഒപ്പുവച്ച ഡേറ്റ് ആണ് ഈ 2005. ഓക്കെ, 2005 സെപ്റ്റംബർ, കൃത്യമായിട്ട് പറഞ്ഞാൽ സെപ്റ്റംബർ 13, 2005 പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഈ ഒരു ആക്ട്. എന്നാൽ ഇത് എഫക്റ്റ് ആയത്, കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയാം നമുക്ക് അല്ലേ, നിലവിൽ വന്നത് ഒക്ടോബർ 2006 കൃത്യമായിട്ട് പറഞ്ഞാൽ ഒക്ടോബർ 26, 2006 വന്നിട്ടുള്ളത്. അപ്പം ഈ സംഗതികളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഈ ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും കിട്ടും. Okay, the definition of DV has been made wide enough to encompass every possibility of abuse or harm to the women. It has been welcomed by all since it provides for the first time civil remedies to women by way of protection orders, residence orders and orders for monetary relief in the event of a domestic violence incident. അപ്പോൾ ഇതിന് മുന്നേ ഒരു ആക്ട് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ഒരു DV ആക്ട് തന്നെയാണ് സ്ത്രീകൾക്ക് ഡൊമസ്റ്റിക് വയലൻസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ആക്ട്. അതിന് മുന്നേ നമ്മൾ IPC സെക്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കേസായിട്ടൊക്കെ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്. പോലീസ് വഴിയായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത്തരത്തിലുള്ളൊരു സിവിൽ റെമഡി സ്ത്രീകൾക്കായിട്ട് കിട്ടുന്നത്. അതിൽ എന്തൊക്കെ ഉൾപ്പെടും എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ ഓർഡറുകൾ ഇവർക്ക് കിട്ടുന്നുണ്ട്, ഇതുമൂലം റെസിഡൻസ് ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്, അതുപോലെ മോണിറ്ററി റിലീഫ് ഓർഡേഴ്സ് ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമം വന്നിട്ടുള്ളത്. The act is basically meant to provide protection to the wife or female live-in partner from violence at the hands of the husband of male live-in partner or his relatives. അപ്പം ഹസ്ബൻഡ് ആകണം എന്ന് തന്നെ ഇല്ലല്ലേ, നമ്മൾ ആ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞതാ. ഒരു ലിവ്-ഇൻ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അത് ഡൊമസ്റ്റിക് വയലൻസിൽ പെടാം. സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്ന രീതി, ഒരു ഡൊമസ്റ്റിക് വയലൻസിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണ്. അത് റിലേറ്റീവ്സ് ആകാം, ഹസ്ബൻഡ് റിലേറ്റീവ്സ് ആവാം, അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ മദറോ അല്ലെന്നുണ്ടെങ്കിൽ സിസ്റ്ററോ പോലും ആകാം. അപ്പോൾ മെയിൽ ആകണമെന്നില്ല. ഡൊമസ്റ്റിക് വയലൻസ് അണ്ടർ ദിസ് ആക്ട് ഇൻക്ലൂഡ്സ് ആക്ച്വൽ അബ്യൂസ് ഓർ ദി ത്രെറ്റ് ഓഫ് അബ്യൂസ്, വെദർ ഫിസിക്കൽ, സെക്ഷൽ, വെർബൽ, ഇമോഷണൽ ഓർ ഇക്കണോമിക്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഫിസിക്കൽ ആകാം, സെക്ഷലി ആവാം, വെർബലി ആവാം, ഇമോഷണലി ആവാം, എക്കണോമിക്കലി ആവാം. ഇത്രയും രീതികളിൽ അബ്യൂസ് ചെയ്യുന്നതെല്ലാം ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കീഴിലാണ് വരുന്നത്. ഹരാസ്മെൻറ്റ് ബൈ വേ ഓഫ് അൺലോഫുൾ ഡൗറി ഡിമാൻഡ്സ് ടു ദ വിമൺ വിക്ടിം ഓർ ഹർ റിലേറ്റീവ്സ് വുഡ് ഓൾസോ ബി കവേർഡ് അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ, കൈകൊണ്ട് അടിക്കാനായി ഓങ്ങുന്നത് പോലും ഡൊമസ്റ്റിക് വയലൻസിൽ വരാം. അടിക്കണം എന്നില്ല, അടിക്കാൻ ഓങ്ങുന്നത് പോലും ഡൊമസ്റ്റിക് വയലൻസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഡൗറി ഡിമാൻഡ് ചെയ്തുകൊണ്ടുള്ള ഹറാസ്മെൻറ്റുകൾ ഇപ്പോൾ റീസെൻ്റിലേക്ക് നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ടല്ലേ ന്യൂസ് ചാനൽസിലൊക്കെ. അപ്പോൾ അതും എന്താണ്, ഡൊമസ്റ്റിക് വയലൻസിലാണ് വരുന്നത്. മെയിൻ ഫീച്ചർ ഓഫ് ദ ആക്ട്, ഈ ആക്ടിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്
ഡെഫിനിഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലേ, കഴിഞ്ഞ ഒരു സ്ലൈഡിൽ കൂടി നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മളത് പിന്നും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, അത് നിങ്ങൾ വായിച്ചോളുക. ഡെഫിനിഷൻ ഓഫ് അഗ്രീവ്ഡ് പേഴ്സൺ എന്താണ്? അഗ്രീവ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത് കവേഴ്സ് നോട്ട് ജസ്റ്റ് ദ വൈഫ് ബട്ട് എ വുമൺ ഹു ഇസ് ദ സെക്ഷൽ പാർട്ട്ണർ ഓഫ് ദ മെയിൽ റെസ്പെക്റ്റീവ് ഓഫ് വെദർ ഷീ ഈസ് ഹിസ് വൈഫ് ഓർ നോട്ട്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വൈഫ് ആവണം എന്നില്ല. ഓക്കെ, ഇപ്പോൾ അതായത് ലിവ് ഇൻ റിലേഷൻഷിപ്പിലുള്ളവരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലുള്ളൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ പാർട്ട്ണറാണ്, ഒരു മെയിലിൻ്റെ സെക്ഷൽ പാർട്ട്ണറായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ മെയിലായിട്ടുള്ള ആൾ ഉപദ്രവിക്കുന്നത് എങ്കിൽ, ഏത് തരത്തിലോ ആയിക്കോട്ടെ, സെക്ഷലി അബ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫിസിക്കലിയോ എങ്ങനെയോ ആയിക്കോട്ടെ, അപ്പോൾ ആ ഒരു അബ്യൂസിനെ ഈ ഒരു ആക്റ്റിൽ ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ട് പറയാവുന്നതാണ്. അതാണ് അഗ്രീവ്ഡ് പേഴ്സൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബാധിക്കപ്പെട്ടവൾ എന്നാണ് അഗ്രീവ്ഡ് പേഴ്സൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു. എനി വുമൺ റിസൈഡിങ് ഇൻ ദ ഹൗസ്, മദർ, വിഡോഡ് റിലേറ്റീവ്, ഡോട്ടർ ഹു ഇസ് റിലേറ്റഡ് ഇൻ സം വേ ടു ദ റെസ്പോണ്ടൻറ്റ് ഈസ് ഓൾസോ കവേർഡ് ബൈ ദ ആക്ട്. അപ്പം ഏതൊരു വിമണും ആവാം അല്ലേ. വൈഫിന് മാത്രം ആണ് ഡൊമസ്റ്റിക് വയലൻസ് നേരിടേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല ഈ ഒരു നിയമപ്രകാരം. ആരോ ആയിക്കോട്ടെ, മദർ ആയിക്കോട്ടെ, ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീ, ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ താമസിക്കുന്ന ഒരു സ്ത്രീ നേരിടുന്ന അബ്യൂസ്, അതാണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. Information regarding an act of domestic violence can be lodged by any person who has the reason to believe that such an act has been or is being committed and not necessarily by the aggrieved person. അപ്പോൾ ഈ ഒരു അഗ്രീവ്ഡ് പേഴ്സൺ തന്നെ പോയി എന്ത് ചെയ്യണം, ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഞാൻ നേരിടുന്നുണ്ട് അത്തരത്തിലുള്ള ഇൻഫർമേഷൻ കൊടുക്കണം എന്നൊന്നുമില്ല. കാര്യം പലപ്പോഴും അതിന് സാധിക്കാറില്ല അല്ലേ. വളരെ ഹൈ ആയിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് നേരിടുന്നവരെപ്പോഴും അവർ ഇമോഷണലി മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരിക്കും. അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ പോലും പലർക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. സ്ത്രീകൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കില്ല, ഇത്തരത്തിലൊരു നിയമമുണ്ട് എന്ന് പോലും അവെയർ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു രീതി ഇവിടെ ഈ ഒരു ആക്ടിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ അവർ നേരിട്ട് പോയി ഇൻഫർമേഷൻ കൊടുക്കണം എന്ന് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അവർ നേരിട്ട് പോയി ഇൻഫർമേഷൻ കൊടുക്കണം എന്നില്ല, പകരം മറ്റേത് വ്യക്തിക്കും ഇത് കൊടുക്കാവുന്നതാണ്. അവരുടെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ അവരെ പരിചയമുള്ളവരായിരിക്കാം, നെയ്ബേഴ്സ് ആയിരിക്കാം. അവർ വിശ്വസിക്കുന്നുണ്ട് ഇത്തരത്തിലൊരു ആക്ട് അവിടെ ആ ഒരു വീട്ടിൽ സംഭവിക്കുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ആണ് എന്ന് അവർക്ക് ഉത്തമ ബോധം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ പോലീസിനെ അപ്രോച്ച് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ ഈ ഒരു കേസുകൾ ഡീൽ ചെയ്യുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അവരെ ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യാം, അങ്ങനെ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ അടുത്ത് പറയാം, അങ്ങനെ ഒരുപാട് രീതികളിൽ അവർക്ക് പറയാവുന്നതാണ്, റിലേറ്റീവ്സ് ഓർ നെയ്ബേഴ്സ് ഓർ സം അതേഴ്സ്. Magistrate has the powers to permit the aggrieved woman to stay in her place of board and cannot be evicted by the husband even if she has no legal claim or share in the property. ഇതിനെയാണ് നമ്മൾ റെസിഡൻസ് ഓർഡർ എന്ന് പറഞ്ഞ് നമ്മുടെ ആ പഴയ വീഡിയോയിൽ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ മജിസ്ട്രേറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ്, അതും പ്രത്യേകം നോക്കുക. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ഈ ഒരു കാര്യത്തിന്, ലീഗലി പവർ ഉള്ളത്. ഡൊമസ്റ്റിക് വയലൻസ് ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, റെസിഡൻസ് ഓർഡറും പ്രൊട്ടക്ഷൻ ഓർഡറും ഒക്കെ പുറപ്പെടുവിക്കാനുള്ള അൾട്ടിമേറ്റ് പവർ ആർക്കാണുള്ളത്? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനാണുള്ളത്. അപ്പം ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അഗ്രീവ്ഡ് ആയിട്ടുള്ള വിമനെ, അഗ്രീവ്ഡ് വിമൺ എന്ന് പറഞ്ഞാൽ വിക്ടിം അല്ലെങ്കിൽ ബാധിക്കപ്പെട്ടവളെന്നുള്ള അർത്ഥമാണ് കേട്ടോ. ആ വ്യക്തിയെ താമസിപ്പിക്കുക എന്നുള്ളത്, ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും എന്തെങ്കിലും പ്രശ്നം കാരണം ആ ഒരു വൈഫിനെ ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ആ ഒരു പ്രോപ്പർട്ടിയിൽ യാതൊരു ബന്ധവും ഇല്ല, അയാളുടേതാണ് ആ വസ്തു, അല്ലെങ്കിൽ അയാളുടെ പാരൻസിൻ്റെതാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് യാതൊരു അവകാശം അതിന് മേൽ ക്ലെയിം ചെയ്യാനില്ലെങ്കിൽ പോലും മജിസ്ട്രേറ്റിന് ഉത്തരവിടാവുന്നതാണ് ആ സ്ത്രീയെ ആ വീട്ടിൽ താമസിപ്പിക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിധി എന്ന് പറയുന്നത്. ഓക്കെ, അലോസ് മജിസ്ട്രേറ്റ്സ് ടു ഇമ്പോസ് മോണിറ്ററി റിലീഫ് ആൻഡ് മന്ത്ലി പേയ്മെൻറ്റ്സ് ഓഫ് മെയിൻ്റനൻസ്.
അപ്പോൾ മോണിറ്ററി റിലീഫുകൾ അല്ലെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസിലുള്ള മന്ത്ലി പേയ്മെൻറ്റ്സുകളും എന്ത് ചെയ്യാൻ പറ്റും, മജിസ്ട്രേറ്റിന് ഇമ്പോസ് ചെയ്യാൻ പറ്റും. അതായത് എന്തെങ്കിലും മോണിറ്ററി ആയിട്ടുള്ള അല്ലേ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൈസ ചിലവുകളും ഒക്കെ സ്ത്രീകൾക്കുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അവരെ ഫിനാൻഷ്യലി അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഓർഡേഴ്സ് ഇറക്കാനും പറ്റും. ഓക്കെ, ആർക്കാണ്? ഈ മജിസ്ട്രേറ്റിന്. Penalty of breach of protection order or an interim protection order is punishable with imprisonment of a period which may extend to 1 year or with fine which may extend up to ₹20,000 or both. അപ്പം ഇത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ ഓർഡർ അല്ലെങ്കിൽ റിലീഫ് ഓർഡറൊക്കെ ഇറക്കാനുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള അധികാരം ആർക്കാണുള്ളതെന്ന് നമ്മൾ പറഞ്ഞല്ലേ, മജിസ്ട്രേറ്റിനാണുള്ളത്. അപ്പം മജിസ്ട്രേറ്റ് ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കുകയാണ്, പ്രൊട്ടക്ഷൻ ഓർഡർ ഇറക്കുകയാണ്. അതെന്ന് വെച്ചാൽ വനിതകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ കാണാൻ പാടില്ല മറ്റു വ്യക്തി ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന സാഹചര്യത്തിലാണ് ഈ പ്രൊട്ടക്ഷൻ ഓർഡർ ഇറക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ 2 മാസത്തേക്കാവാം, അല്ലെന്നുണ്ടെങ്കിൽ വളരെ ദീർഘകാലം ആവാം. അപ്പോൾ എത്രയാണോ ആ ഒരു ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത് അത്രയും കാലം ഈ വിക്ടിമിനെ മറ്റാൾക്ക് കാണാൻ പറ്റില്ല. ആർക്കെതിരായിട്ടാണോ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് ആ ആളിനെ കാണാൻ ഉള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഇത് ആ വ്യക്തി നിരസിക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അയാൾ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊട്ടക്ഷൻ ഓർഡറും തെറ്റിച്ച് പിന്നും പോയി ഭാര്യയോ ആ സ്ത്രീയോ കണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 1 വർഷം വരെ തടവും അതുപോലെ തന്നെ 20,000 രൂപ വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ആ ഒരു ഫൈനും ലഭിക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടാവുന്നതാണ്. ഒന്നുകിൽ അതൊക്കെ ഒരു സിറ്റുവേഷൻ പോലെ 1 വർഷം തടവ് ലഭിക്കാവുന്നതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ഫൈൻ ലഭിക്കും. 2000 അല്ല കേട്ടോ, 20,000 ആണ്. 20,000 രൂപയോളം ഒരു ഫൈൻ ലഭിക്കുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ചില കേസുകളിൽ കൊടുക്കാവുന്നതാണ്. അതൊക്കെ തീരുമാനിക്കുന്നത് മജിസ്ട്രേറ്റ് ആണ്. ആക്ട് എൻഷുർസ് സ്പീഡി ജസ്റ്റിസ് ആസ് ദ കോർട്ട് ഹാസ് ടു സ്റ്റാർട്ട് പ്രൊസീഡിങ്സ് ആൻഡ് ഹാവ് ദ ഫസ്റ്റ് ഹിയറിംഗ് വിത്തിൻ 3 days ഓഫ് ദ കംപ്ലൈൻറ്റ് ബീങ് ഫൈൽഡ്. അപ്പം സ്പീഡി ആയിട്ടുള്ളൊരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഹിയറിംഗ് എന്ന് പറയുന്നത് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ഹിയറിംഗ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പലപ്പോഴും കേസുകളൊക്കെ നടക്കുമ്പോഴത്തേക്ക് പല കാലതാമസങ്ങളും ഒക്കെ എടുക്കാറുണ്ട്. Every case has to be disposed of within a period of 60 days of the first hearing. അപ്പോൾ ഫസ്റ്റ് ഹിയറിങ്ങിന് ശേഷം ഈ കേസ് ഡിസ്പോസ് ചെയ്യേണ്ടത് ഒരു 60 ദിവസത്തിനുള്ളിലാണ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമെന്നറിയില്ല. ആക്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്, കംപ്ലൈൻറ്റ് ഫയൽ ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ തന്നെ ഫസ്റ്റ് ഹിയറിംഗ് കഴിഞ്ഞ് പിന്നെ ആ ഒരു കേസ് ഡിസ്പോസ് ചെയ്യേണ്ടത് 60 ദിവസത്തിനുള്ളിലും എന്നാണ് ആക്റ്റിൽ പറയുന്നത്. പിന്നെ എഗെയിൻസ്റ്റ് ഹൂം, അതുപോലെ ഹൂം ടു കംപ്ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, പോലീസ് ഓഫീസറിനോ സർവീസ് പ്രൊവൈഡറിനോ അല്ലെങ്കിൽ നേരിട്ട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനോ ഒക്കെ കൊടുക്കാവുന്നതാണ്. കൂടാതെ പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സിനും കൊടുക്കാവുന്നതാണ് കേട്ടോ, പ്രൊട്ടക്ഷൻ ഓഫീസറിനും നൽകാവുന്നതാണ്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ഓർ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് എന്നും പറയാം കേട്ടോ. അപ്പോൾ ഓപ്ഷനിൽ അങ്ങനെ നോക്കുക, മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് എന്ന്, അല്ലെന്നുണ്ടെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്. Complaint can be made against any adult male person or his relation, also women who have been in a domestic relationship with aggrieved women, for example husband or male partner or mother-in-law. അപ്പം ആർക്ക് നേരെ ആ കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതെന്ന് ഇതും ഞാൻ മുന്നേ പറഞ്ഞു അല്ലേ, അഡൾട്ട് മെയിൽ പേഴ്സൺ ആണ് സാധാരണ വരാറ്, അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും, അതൊരു സ്ത്രീ ആണെങ്കിലും നമുക്ക് ഡൊമസ്റ്റിക് വയലൻസ് നേരിട്ടു എന്ന് കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ്. അതായത് അമ്മായിയമ്മ, മദർ ഇൻ ലോ ഒരുപാട് ഡൗറിയൊക്കെ ഡിമാൻഡ് ചെയ്ത് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അബ്യൂസ് നേരിടേണ്ടി വന്നു കഴിഞ്ഞാലും ഒക്കെ നമുക്ക് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണത് ഹാപ്പൻ ചെയ്യുന്നതെന്നും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹൗ ടു കംപ്ലൈൻ ഓവർ ടെലിഫോൺ ടു ദ പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ, ടെലിഫോൺ വഴി വിളിച്ച് പറയാം, അല്ലെങ്കിൽ ഒരു റിട്ടൺ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു, പ്രൊട്ടക്ഷൻ ഓഫീസറിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ പോലീസ് ഓഫീസർ, സർവീസ് പ്രൊവൈഡർ, മജിസ്ട്രേറ്റ്. ഇവർക്ക് എല്ലാവർക്കും കൂടി കൊടുക്കണം എന്നല്ല,
നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നവരുടെ കാര്യമാണ് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓഫീസറിനെയാണ് നമുക്ക് പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ആ വ്യക്തിക്ക് കൊടുക്കാം, POക്ക് കൊടുക്കാം, പ്രൊട്ടക്ഷൻ ഓഫീസറിന് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടി എളുപ്പം സർവീസ് പ്രൊവൈഡറിനെയാണ് കൊടുക്കാനെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, അവർക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ അപെക്സ് അതോറിറ്റി ആയിട്ടുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഹൗ ക്യാൻ യു കംപ്ലൈൻ വെൻ ദ ഇൻസിഡൻറ്റ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ഹെസ് ഹാപ്പൻഡ്? അപ്പം നടന്നു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നടക്കുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ കംപ്ലൈൻറ്റ് ചെയ്യാം. പിന്നെ വെൻ ദർ ഇസ് എ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ. അപ്പോൾ ആദ്യമേ ഒരു സ്വരച്ചേർച്ച വന്നപ്പോൾ തന്നെ തോന്നി എന്നെ ഇങ്ങനെ അബ്യൂസ് ചെയ്യും, കുറച്ചൊക്കെ അബ്യൂസീവ് വേർഡ്സ് വേർബലി യൂസ് ചെയ്തു, പിന്നെ അതൊരു ഹൈ എക്സ്റ്റെൻറ്റിലോട്ട് പോകുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. ഒരു പ്രോബബിലിറ്റി ഉണ്ട് ഇതുപോലെ എനിക്ക് അബ്യൂസ് നേരിടേണ്ടി വരും എന്ന് തോന്നുകയാണെങ്കിലും ചെയ്യാവുന്നതാണ്. എനിവൺ ഹു ഹാസ് ദ നോളജ് ഓഫ് ദ വയലൻസ് ഹാപ്പനിങ് ക്യാൻ ഗീവ് കംപ്ലൈൻറ്റ് ഓർ ഇൻഫർമേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ആർക്ക് വേണമെങ്കിലും ഈ ഒരു വയലൻസ് നടക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവുള്ള ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു പഴയ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു രക്ഷാദൂതിനെയൊക്കെ കുറിച്ച്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റും വനിതാ ശിശു വികസന വകുപ്പും ചേർന്ന് നടത്തുന്ന ഒരു ഇതാണ് നമ്മൾ പറഞ്ഞല്ലേ രക്ഷാദൂത് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ മറന്നുപോയൊരു ഒന്നുകൂടി ഒന്ന് റീവൈൻഡ് ചെയ്ത് ആ ഒരു വീഡിയോ എടുത്തൊന്ന് കാണുക. only a woman can file a complaint of domestic violence under the act. ഈ ഒരു ആക്ടിൻ്റെ ഫീച്ചറായിട്ടോ ഒക്കെ നമുക്ക് പറയാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഈ ഒരു ഗാർഹിക പീഡന നിയമം അല്ലേ, അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. അപ്പോൾ ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറ്റില്ല. സ്ത്രീകൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള only a woman can file a complaint അണ്ടർ ദിസ് ആക്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പഠിച്ചത്? ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ പഠിച്ചിട്ടുള്ളത്. എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോവും. അപ്പം തൽക്കാലം നിങ്ങൾ ഇത്രയും ഒന്ന് പഠിക്കുക.